കുറേ നാൾ അഭിനയിച്ചില്ല, ഇപ്പം നല്ല പേരുണ്ട്. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്താം, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ അവസ്ഥയാവും. വളരെ മോശം അഭിപ്രായമാണ്. വിജയ് അഭിനയിച്ചാൽ മതി. ഞാൻ വിജയ് ഫാനാണ്. അയാൾക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട് പോലെ, അല്ലാണ്ട് അഭിനയം മടുത്തിട്ട് വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കാണൂലേ. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ജനങ്ങൾക്ക് ഗുണമുണ്ടാവും. വിജയ് ഫാനാണോ? ഫാനാണ്. വിജയ് അഭിനയം നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ എന്തോ പ്രശ്നം. വിജയ് അഭിനയിക്കാൻ എനിക്ക് എന്തോ ചെയ്തു, ഒരു കുഴപ്പമില്ല. രാഷ്ട്രീയം എനിക്കൊരു ഹോബിയല്ല, എൻ്റെ അടങ്ങാത്ത അഭിനിവേശമാണ്. കമ്മിറ്റ് ചെയ്ത പ്രൊജക്റ്റുകൾക്ക് ശേഷം മുഴുവൻ സമയം രാഷ്ട്രീയത്തിലേക്ക് ഏർപ്പെടാൻ പോകുന്നു. വിജയ് അഭിനയം നിർത്താൻ പോവുകയാണോ? തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിൻ്റെ കൂട്ടത്തിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റുള്ള കത്ത് സോഷ്യൽ മീഡിയയിൽ വിജയ് പങ്കുവയ്ക്കുന്നത്. ഒരിക്കലും നിർത്തൂല. അവനോട് ചോദിച്ചോക്കേ, അവരെന്താ പറഞ്ഞ വിജയ് അഭിനയം നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ എന്തോ പ്രശ്നം. വിജയ് അഭിനയിക്കാൻ എനിക്ക് എന്തോ ചെയ്തു, ഒരു കുഴപ്പമില്ല. കുറേ നാൾ അഭിനയിച്ചില്ല, ഇപ്പം നല്ല പേരുണ്ട്. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്താം, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ അവസ്ഥയാവും. നിർത്തുന്നതുകൊണ്ട് എന്താ കുഴപ്പമില്ല? അഭിനയം നിർത്തിക്കഴിഞ്ഞാൽ എന്താ അഭിനയം നിർത്തണമായിരുന്നു. രാഷ്ട്രീയം കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമല്ലേ. പക്ഷേ അഭിനയം ഇങ്ങനെ നിർത്തണ വലിയ താല്പര്യമില്ല. രാഷ്ട്രീയം അഭിനയം നിർത്തണമല്ലോ. വളരെ മോശം അഭിപ്രായമാണ്. വിജയ് അഭിനയിച്ചാൽ മതി. പ്രേം നസീർ പാർട്ടിൽ വന്നിട്ട് ഒന്നും ആയിട്ടില്ല, പിന്നീട് വിജയ്. മലയാളത്തിൽ കേരളത്തിൽ പറഞ്ഞ പ്രേം നസീർ ഇത്രയും വർഷം സൂപ്പർ സ്റ്റാറായിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. ആ പുള്ളി പോലും രാഷ്ട്രീയത്തൊന്നും രക്ഷപ്പെടില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കള്ളന്മാർക്ക് കുറല്ല, നല്ലവർക്ക് കുറല്ലല്ല. അതുകൊണ്ട് തന്നെ വിജയ് വരണം തന്നെ എൻ്റെ അഭിപ്രായം. ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. വിജയ് ചെയ്യുന്ന ഓരോ പൗരനും ചെയ്യേണ്ട ഒരു കാര്യമാണ്, വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ വിജയ് ഫാനല്ല, നല്ല രീതിയിൽ അഭിനയിക്കുന്ന എല്ലാവരുടെയും ഫാനാണ്, എല്ലാ നടന്മാരുടെയും ഫാനാണ്. വിജയ് ഫാനാണോ? ഞാൻ വിജയ് ഫാനാണ്. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ജനങ്ങൾക്ക് ഗുണമുണ്ടാവും. വിജയ് ഫാനാണോ? ഫാനാണ്. വിജയുടെ നല്ല സ്മാർട്ടിങ്, നല്ല സംസാരം, എനിക്കിഷ്ടമാണ് വിജയിനെ. വിജയുടെ അഭിനയം ഇഷ്ടമല്ല? അഭിനയം ഇഷ്ടമാണ്. വിജയ് സൂര്യൊക്കെ നമുക്ക് ഒന്നല്ലേ. വിജയ് മിക്കോടെ ഞാൻ കുഞ്ഞുനാൾ മുന്നേ കാണുമായിരുന്നു. എൻ്റെ വീട്ടിൽ അപ്പനൊക്കെ എപ്പോഴും കാണും. അവർ മറ്റേ തുള്ളാതെ ഇപ്പോഴും ഓർമ്മ സിനിമയൊക്കെ ഭയങ്കര രസമല്ലേ, അവിടെയൊക്കെ കണ്ടിരിക്കില്ലേ. രാഷ്ട്രീയത്തിൽ ഇറങ്ങണതിനെ കുറിച്ച് എനിക്ക് വലിയ താല്പര്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പോൾ കമൽഹാസനൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് വലിയ ഇതൊന്നുമില്ലല്ലോ. രാഷ്ട്രീയം വേറെ, സിനിമ വേറെ. തമിഴ്നാടായത് കാരണം ചിലപ്പോൾ ക്ലച്ച് പിടിക്കും. കേരളത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ. തമിഴ്നാട്ടിൽ ഉറപ്പായിട്ടും വിജയ് ക്ലച്ച് പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ വിജയ് എല്ലാവരുടെയും ഫാനാണ് ഞാൻ. വിജയ് ഫാനല്ല? അല്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമല്ല. പുള്ളിയൊരു ഇഷ്ടം നല്ലതായിരിക്കുന്നു. ഇപ്പോൾ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണില്ലേ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണില്ലേ. അപ്പോൾ അതുപോലെ ഇതും അതൊക്കെ രാഷ്ട്രീയത്തിൽ വന്നിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു പുള്ളിക്ക്. ഇപ്പോൾ இந்த நரேந்திர மோடி இருக்காருன்னா அவருக்கு ஸ்டேட்டுக்கு தான் செஞ்சுட்டு இருக்காரு. இப்போ இங்கே ஏதாவது செஞ்சிருக்காரா? இல்லை, இங்கே இருந்த மீனுக்கு தான் இருக்கு. വിജയിനെ സംബന്ധിച്ചിടത്തോളം വിജയ്ക്ക് ഏതൊരു വിഷയങ്ങളിലും സ്വതന്ത്രമായിട്ടുള്ളൊരു നിലപാടുണ്ടാകാറുണ്ട്. ആ നിലപാട് വിജയ് തുറന്ന് പറയാറുമുണ്ട്. തമിഴ്നാട്ടിലൊക്കെ പുതിയ തലമുറയ്ക്ക് വിജയിനെ പോലുള്ള ആളുകൾ, ഇപ്പം സ്റ്റാലിൻ്റെ ഭരണം തന്നെ നല്ല ഭരണമാണ് തമിഴ്നാട്ടിൽ. എന്നാലും വിജയിനെ പോലുള്ള ആളുകൾ വന്നത് പുതിയ തലമുറയ്ക്കൊക്കെ ഒരു മുതൽക്കൂട്ടാവും. അയാൾക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട് പോലെ, അല്ലാണ്ട് അഭിനയം മടുത്തിട്ട് വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കാണൂലേ. അല്ലാണ്ട് അവർ രാഷ്ട്രീയം കൊണ്ട് ഇത് ഇപ്പം തമിഴ്നാട്ടിലെ ഏത് നടന്മാരെ രാഷ്ട്രീയം കൊണ്ടെടുക്കാത്ത? അവർക്ക് അധികാരമുണ്ട്, പണമുണ്ട്, ഇനി അധികാരം വേണം അവർക്ക്. എല്ലാവരും വന്നവരൊക്കെ അങ്ങനെയല്ലേ അല്ലേ മമ്മദേ? പണമുണ്ട്, സ്വാധീനമുണ്ട്, അധികാരമില്ല. ഇതിനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അവരൊന്നും ജനസേവനമൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ജനസേവനം ഉദ്ദേശിക്കേണ്ടതൊക്കെ മറ്റേ സ്റ്റാലിൻ, അവരൊക്കെ കാർന്നോന്മാരായിട്ട് പിന്തുടർന്നു വന്നവരാണ്. അവരൊക്കെ ജനസേവനം ഉദ്ദേശിച്ച രാഷ്ട്രീയവും ജനസേവനവും എല്ലാം ഒരേപോലെ കൊണ്ടെടുക്കുന്നവരാണ്. സാധ്യത കുറവായിരിക്കും. ജയിക്കുമായിരിക്കും, കാരണം അവരുടെ ആൾക്കാരല്ലേ ഇവിടെ മുഴുവനും ഉള്ളത്. ജയിക്കും, ഒരു 80% ജയിക്കാനാണ് സാധ്യത. ഒന്നും പറയാൻ പറ്റില്ല, മനുഷ്യൻ്റെ കാര്യമല്ലേ. തമിഴ്നാടിനെ സംബന്ധിച്ചോളം പറയാൻ പറ്റില്ല. കേരളത്തിലാണെങ്കിൽ ജയിക്കില്ല. തമിഴ്നാട്ടിൽ രാഷ്ട്രീയം വേറെയാണ്. കേരളത്തിലാണെങ്കിൽ വിജയ് നിൽക്കുകയാണെങ്കിൽ ജയിക്കില്ല. വിജയ് ജയിച്ചെന്നിരിക്കട്ടെ, ജയിച്ചാൽ തന്നെ വിജയനെ കൊണ്ട് ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി എത്ര മണ്ഡലമുണ്ട് തമിഴ്നാട്ടിൽ? അല്ലാണ്ട് 1-2 മണ്ഡലത്തിൽ അവർ ജയിച്ചാൽ ഈ വിജയകാന്ത് എത്ര സീറ്റ് ഉണ്ടായിരുന്നു വിജയകാന്തിന് നിയമസഭയിൽ?
രണ്ടാമത്തെ ഇലക്ഷൻ വന്നപ്പോൾ വിജയകാന്തിന് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? എവിടെ എത്തിയ പാർട്ടി? അത് നോക്കിയിട്ട് കാര്യം. പക്ഷെ മറ്റത് അങ്ങനെയല്ല. സ്റ്റാലിൻ DMK അതൊക്കെ നിലനിന്നു.